വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതിലൊരെണ്ണം, പിതാവ് മരിച്ചു എന്ന് കേട്ട് ഞാൻ പതുക്കെ എൻ്റെ വീട്ടിലേക്ക് ചെന്നു, അമ്മയുടെ അടുത്തേക്ക്. കാരണം അമ്മയുമായിട്ട് അഗാധമായ അടുപ്പം പിതാവിനുണ്ട്. എപ്പോൾ പോകുമ്പോഴും അമ്മയെ കാണാനും അമ്മയെ അന്വേഷിക്കാനും ഒക്കെ പിതാവ് വരുമായിരുന്നു. അമ്മ പറഞ്ഞൊരു വാചകം എന്നെ ഒത്തിരി ഇരുത്തി ചിന്തിപ്പിച്ചു. അമ്മ പറഞ്ഞത് എനിക്ക് വീണ്ടും ജീവൻ തന്ന ഒരു പിതാവാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, 2018 അമ്മ ഹാർട്ട് അറ്റാക്കായി ജൂബിലി മിഷനിൽ കിടക്കുമ്പോൾ ആ രാത്രി തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് പിതാവ് ICUയിൽ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് നേരം വെളുക്കുമ്പോൾ വലിയൊരു സർജറി വേണമെന്നുള്ളതാണ്. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വളരെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. നേരം വെളുത്ത് ഡോക്ടേഴ്സ് വരുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ സർജറി ഒന്നും ആവശ്യമില്ല, അമ്മയുടെ വൈറ്റൽസൊക്കെ കുറേയൊക്കെ നോർമലൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടാബ്ലറ്റുകൾ കഴിച്ചാൽ ബ്ലഡിലുള്ള ഇഷ്യൂസൊക്കെ തീർക്കും, അപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്മ ജീവിക്കാം. ഒരു പക്ഷേ 84-85 വയസ്സാവാറായ അമ്മയ്ക്ക് അമ്മ പോലും കൃത്യതയോടുകൂടെ ഇത് ഓർത്തിരിക്കുന്നു. ഞാൻ ഓർക്കാറുണ്ട്, പിതാവിൻ്റെ ഓരോ സ്പർശവും ഓരോ ഇടപെടലും ഒരുപാട് പേർക്ക് ജീവൻ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ മാനസിക ജീവനാവാം, ചിലപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാവാം. എങ്കിൽ പോലും പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ ഒരു വാചകവുമൊക്കെ ഒരുപാട് ആത്മാക്കൾക്ക് സാന്ത്വനമായി, ജീവനായി, ക്രിസ്തുവിൻ്റെ ജീവനായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്.